നമസ്കാരം. അപ്പോൾ തീർച്ചയായിട്ടും ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു ആക്ടർക്ക് ശരിയൊരു ബഹുമാനമാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും ഒരു സല്യൂട്ട്, ബിഗ് സല്യൂട്ട്. കാരണം ഇത്രയും വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിട്ടും അദ്ദേഹം വീണ്ടും ആ ഒരു പ്രായത്തെയും ആ ഒരു തലത്തെയും റെസ്പെക്ട് ചെയ്യുന്ന ഒത്തിരി വാക്കുകൾ മാധ്യമങ്ങൾക്ക് ഈ ഒരു സമയത്ത് കൊടുത്തുവിട്ടത്, അല്ലെങ്കിൽ പറഞ്ഞത്, അല്ലെങ്കിൽ കേൾപ്പിച്ചത് നമ്മൾ ഈ കാതുകൊണ്ടും ഹൃദയത്തിലും ആഴ്ന്നിറങ്ങിയ ഒരു രംഗങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇന്നലെ വളരെ മോശവത്തായ രീതിയിലാണ് ഈ പറയുന്ന രമേശ് നാരായണൻ എന്ന് പറയുന്ന ആ ഒരു സംഗീതജ്ഞൻ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും വളരെ തെറ്റാണ് എന്ന് തന്നെ പറയണം. ശരിക്കും കടുത്തൊരു അധിക്ഷേപമാണ് ആ ഒരു പൊതുവേദിയിൽ വെച്ച് ആ ഒരു മൊമെന്റം കൊടുക്കുന്ന സമയത്ത്. തീർച്ചയായിട്ടും രമേശ് നാരായണൻ എന്ന് പറയുന്ന ആ ഒരു പ്രഗത്ഭനായ സംഗീത സംവിധായകൻ ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു ആക്ടേഴ്സിന് കൊടുത്ത ഒരു മാന്യത വളരെ മോശവത്തായ രീതിയിലുള്ള കാര്യമാണ്. അത് 100 വോൾട്ടേജിൽ പറയാം. എന്തിനാണ് ഇങ്ങനെ അധിക്ഷേപിക്കുന്നത്? കാര്യം അദ്ദേഹവും സിനിമയുടെ ഒരു തലത്തിൽ ആക്ടറാണ്, അത്യാവശ്യം നല്ലൊരു മെമ്പറാണ്, തീർച്ചയായിട്ടും ഒത്തിരി പ്രേക്ഷകരുള്ള ഒരു നല്ലൊരു അഭിനേതാവ് കൂടിയാണ്. ആ ഒരു സിറ്റുവേഷനിൽ ആ ഒരു അത്രയും പ്രേക്ഷകർ, അത്രയും ജനഹൃദയങ്ങൾ നോക്കി നിൽക്കുമ്പോൾ വളരെ മോശവത്തായ രീതിയിൽ അധിക്ഷേപിക്കുന്ന ആ ഒരു രംഗം നേരിൽ കാണാൻ സാധിച്ചത് ശരിക്കും നമുക്ക് ഹൃദയത്തിൽ വലിയൊരു പെയിൻ തന്നെയായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടാൽ തീർച്ചയായിട്ടും ഏതൊരു പ്രേക്ഷകനും ഏതൊരു കാണിക്കും ആർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് ആസിഫ് അലി ആ ഒരു മൊമെന്റം കൊടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെ ഒട്ടും തന്നെ മൈൻഡ് ചെയ്യാത്ത രീതിയിൽ, റിജക്ട് ചെയ്യുന്ന രീതിയിലാണ് ആസിഫ് അലി അവിടെ നിൽക്കുന്നത്, നോക്കി നിൽക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ശരിക്കും ഒരു അധിക്ഷേപമാണ്. മീഡിയകളിൽ വന്ന് അദ്ദേഹം പറയുന്ന ഒരു മാന്യത, രമേശ് നാരായണൻ എന്ന് പറയുന്ന ആ ഒരു സംഗീതജ്ഞൻ പറയുന്ന മാന്യത ഇപ്പോൾ മീഡിയകളിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ജയരാജ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ചിത്രത്തിലായതുകൊണ്ടാണ് വീണ്ടും ആസിഫ് അലിയെ കാണാതെ നിൽക്കുന്നത് പോലെ മാറി നിന്ന് ജയരാജ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ വിളിച്ചു വരുത്തുകയും വീണ്ടും ആ ഒരു മൊമെന്റം സ്വീകരിക്കുകയും ചെയ്തത്. പക്ഷെ പ്രേക്ഷകർക്ക് നേരിട്ട് കണ്ടാൽ മനസ്സിലാവും തീർച്ചയായിട്ടും അധിക്ഷേപിച്ചത് തന്നെയാണ്. നമ്മളൊരു പൊതുവേദിയിൽ വെച്ച് മൊമെന്റം സ്വീകരിക്കുമ്പോൾ തരുന്ന ആളുടെ വില നോക്കിയാണോ, വില അളവെടുത്താണോ ആ ഒരു മൊമെന്റം സ്വീകരിക്കുന്നത്? അതാണോ യഥാർത്ഥ കലാകാരന്റെ നല്ലൊരു മനസ്സ്? ഇതാണോ ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി കാണിച്ച ഈ ഒരു തെണ്ടിത്തരം? അതാണോ ശരിക്കും മാന്യത? രമേശ് നാരായണൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ഒത്തിരി ബഹുമാനിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം തന്നിരിക്കുന്ന ഒത്തിരി ഗാനങ്ങൾ ഇപ്പോഴും ഹൃദയത്തിലുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ വേദിയിൽ കാണിച്ച വളരെ മോശവത്തായ രംഗങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുത്തത് എന്തിന് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എന്റെ മാത്രമല്ല പ്രേക്ഷകരുടെ കൂടെയാണ്. എന്നിട്ടും വളരെ മാന്യതയോട് കൂടിയാണ് ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു നല്ലൊരു ആക്ടർ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ, വെറും ആളുകൾക്ക് മുന്നിലല്ല, മാധ്യമങ്ങളുടെ മുന്നിലാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു പ്രായത്തെ ബഹുമാനിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു കലാരംഗത്തെ, അദ്ദേഹത്തിന്റെ ലെവലിനെ ബഹുമാനിക്കുന്നുണ്ട്. ഈ പറയുന്ന രമേശ് നാരായണൻ എന്ന് പറയുന്ന ആ ഒരു പ്രഗത്ഭനായ സംഗീത സംവിധായകൻ വലിയ വലിയ കലാകാരന്മാരിൽ നിന്ന് മാത്രമേ മൊമെന്റം സ്വീകരിക്കൂ എന്നുള്ള കാര്യം ചിലപ്പോൾ ആ ഒരു സംഘടന അറിഞ്ഞിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും ഇനി അടുത്ത തവണയെങ്കിലും ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഈ ഒരു കാര്യം സംഘാടകരെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തിരി ഗുണമായിരിക്കും. രമേശ് നാരായണൻ എന്ന് പറയുന്ന ഈ ഒരു സംഗീത സംവിധായകൻ വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുന്നത് ജയരാജ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചിത്രമായതുകൊണ്ടാണ് ജയരാജിനെ വീണ്ടും ഞാൻ വിളിച്ചത്. പക്ഷെ ആസിഫ് അലിനെ ഞാൻ കണ്ടില്ല എന്നുള്ളൊരു വാക്കാണ് പറയുന്നത്, നുണയാണ് പറയുന്നത്. എന്തിന് ഈ നുണ പറയണം? എന്തിന് കാര്യങ്ങൾ വളച്ചൊടിക്കണം? എന്തിന്? ബാക്കിയുള്ള പ്രേക്ഷകരൊന്നും മണ്ടന്മാരല്ല എന്ന് മനസ്സിലാക്കണം. രമേശ് നാരായണൻ എന്ന് പറയുന്ന ആ ഒരു സംഗീത സംവിധായകൻ ഇത്രയും നാളുണ്ടായിരുന്ന ഒരു വാല്യൂ മനസ്സിൽ കുറച്ചല്ല അധികം ഇഷ്ടം തോന്നിയിരുന്ന പ്രേക്ഷകർക്ക് ഇത് വലിയൊരു മുറിവാണ്. രമേശ് നാരായണൻ എന്ന് പറയുന്ന ആ ഒരു സംഗീത സംവിധായകൻ, അത്രയും മുതിർന്ന, അത്രയും പ്രായം ചെന്ന ആ ഒരു സംഗീത സംവിധായകന്റെ മനസ്സിൽ നിന്നും പുറത്തേക്ക് വന്ന വിഷം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വീഡിയോന്റെ പല ആംഗിൾ, അതായത് 4 ഭാഗത്തു നിന്ന് നോക്കിയാലും ഒരേ ഒരു കുറ്റക്കാരനെന്ന് തോന്നുള്ളൂ, അത് രമേശ് നാരായണനായിരിക്കും. തീർച്ചയായിട്ടും വളരെ മോശവത്തായ രീതിയിലുള്ള അധിക്ഷേപമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഈ രമേശ് നാരായണൻ എന്ന് പറയുന്ന പ്രഗത്ഭനായ സംഗീത സംവിധായകൻ. വളരെ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ആസിഫ് അലിക്ക് അദ്ദേഹത്തിനെതിരെ തിരിയാമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രായത്തെയും അദ്ദേഹത്തിന്റെ തലത്തെയും ബഹുമാനിച്ചുകൊണ്ട് മാത്രമാണ് ആ ഒരു നല്ലൊരു ആക്ടർ. വീണ്ടും നമുക്ക് ബഹുമാനിക്കാം, അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഇത്രയും വിവാദങ്ങൾ പടുത്തുയർത്തിയിട്ടും വീണ്ടും അദ്ദേഹം ആ ഒരു ഒറ്റ
സ്റ്റെപ്പിൽ തന്നെ നിന്നുകൊണ്ട് ഈ പറയുന്ന രമേശ് നാരായണനെ ഒട്ടും തന്നെ അധിക്ഷേപിക്കാതെ നിൽക്കുന്ന ഈ ഒരു രംഗങ്ങൾ, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് തുറന്നു പറയുന്ന നല്ല നല്ല വാക്കുകൾ, അതായത് രമേശ് നാരായണനെ വീണ്ടും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട് എന്നൊക്കെ വീണ്ടും വീണ്ടും പറയുന്നത് മലയാള സിനിമയിൽ നല്ല നല്ല ആക്ടേഴ്സ് ഉണ്ടെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു നല്ലൊരു മെമ്പർ. ശരിക്കും നമുക്ക് അഭിമാനിക്കാം. ശരിക്കും ആസിഫ് അലിയുടെ ഒരു ക്ഷമയാണ് അവിടെ പരീക്ഷിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് ആഴത്തിന്റെ അകത്തേക്കാണ് ക്ഷമ എന്നുള്ള കാര്യം അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. വേറൊരു ക്ഷമയില്ലാത്തൊരു വ്യക്തിയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ മൊമെന്റം ഇപ്പൊ കാറ്റി പറഞ്ഞാനെ. ഈ കഴിഞ്ഞുപോയ നിമിഷങ്ങളാണ് മലയാളിക്ക് അഭിമാനിക്കാവുന്ന. ആസിഫ് അലി എന്ന് പറയുന്ന ആ ഒരു ആക്ടർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഈ പറയുന്ന രമേശ് നാരായണൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ ബഹുമാനിക്കണം. ഒരാളും സൈബർ ആക്രമണം നടത്തരുത്, വളരെ മോശവത്തായ രീതിയിൽ അദ്ദേഹത്തെ കാണരുത്, എനിക്ക് അദ്ദേഹത്തോട് ഒട്ടും ബുദ്ധിമുട്ടില്ല എന്നുള്ള കാര്യം തുറന്നു പറഞ്ഞിരിക്കുകയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ. എന്തുകൊണ്ട് അദ്ദേഹത്തിന് പറഞ്ഞൂടാ? അദ്ദേഹം കാണിച്ച വഴുതുണ്ടിത്തരാണ്, ഇന്നലെ മൊമെന്റം കൊടുത്തപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും അദ്ദേഹം എന്തുകൊണ്ട് പറഞ്ഞില്ല? അവിടെയാണ് മാന്യത, അവിടെയാണ് റെസ്പെക്ട്. മലയാളത്തിൽ, പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ബഹുമാനം എന്നുള്ളൊരു കാര്യം അത് കുടുംബത്തിനകത്ത് നിന്ന് തന്നെ ലഭിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നുള്ള കാര്യം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഈ ഒരു ആസിഫ് അലി എന്ന് പറയുന്ന ഒരു ആക്ടർ. ഒരു കാര്യം പറയാനുണ്ട്, കുറെ കൂതറ മീഡിയാസ് വന്നിട്ട് ഈ പറയുന്ന രമേശ് നാരായണൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. തീർച്ചയായിട്ടും അത് ആ ഒരു ന്യൂസ് വളച്ചൊടിക്കുന്ന തലത്തിലാണ് ആ ഒരു മീഡിയ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം വ്യക്തമായിട്ടുള്ള ന്യൂസുകൾ വളച്ചൊടിച്ച് വൻ വിവാദത്തിലെത്തിക്കുന്നതിന് വേണ്ടി തന്നെ ഒരു വലിയൊരു മാഫിയ തന്നെ ഇതിനു വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം. തീർച്ചയായിട്ടും ഈ ഒരു ന്യൂസ് വളച്ചൊടിക്കേണ്ട കാര്യമില്ല. കാരണം ആസിഫ് അലി എന്ന് പറയുന്ന ആക്ടറിന്റെ മുന്നിൽ 916 മൂല്യാണ് പറയുന്ന രമേശ് നാരായണൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ ഭാഗത്താണ് തീർച്ചയായിട്ടും മുഴുവനായിട്ടും തെറ്റ് എന്നൊരു വാക്ക് അല്ലെന്നുണ്ടെങ്കിൽ തെറ്റ് സംഭവിച്ചിരിക്കുന്നതെന്ന് നമ്മൾ ഇന്നലെ വീഡിയോ നേരിട്ട് കണ്ടറിഞ്ഞതാണ്. അപ്പോൾ പ്രതികരിക്കാൻ ചങ്കുറ്റമുള്ളവർ ഉണ്ടെങ്കിൽ വരിക, നേരിൽ വരിക. കമന്റ് ബോക്സ്, ഐ എം വെയിറ്റിംഗ്.